സമയം 6 മണി. ഇന്ന് ഞാൻ 6 മണിക്കേ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പൊതുവേ ഞാൻ 6:45 ആ സമയത്തായിരുന്നു ഇറങ്ങൽ. അപ്പോൾ ഇന്ന് ഞാൻ ചോറ് വെക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ രാവിലെ ചോറുണ്ടാക്കിയിട്ട് എന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മോളെ എണീപ്പിച്ച് ഓളെ റെഡിയാക്കുന്ന ആ ഒരു ഇടയിൽ ഞാൻ വേഗം കിച്ചണിൽ വന്നിട്ട് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആടെ നമ്മൾ വെള്ളമൊക്കെ വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അരിയിട്ടിട്ട് പോയാൽ നമുക്ക് നമ്മളെ പണിയും നടക്കും, അതിൻ്റെ ഇടയിൽ ഇതും അവിടെ ആവുമല്ലോ. അപ്പം ഉമ്മ തലേന്ന് രാത്രി അതായത് അരി പൊതിർത്തിയിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് വേണ്ടിയിട്ടില്ലേ, അത് ഞാൻ കഴുകിയിട്ട് മിക്സിയിലിട്ട് വെച്ച് എന്നിട്ട് വേണം ഇനി എനിക്ക് അരിയൊക്കെ ഒന്ന് കഴുകി ചോറിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ തുടങ്ങാൻ. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ തുടങ്ങിയതുകൊണ്ട് തന്നെ ആ സംഭവം നമ്മൾ എന്താക്കി ചോറൊക്കെ പിന്നെ ഉച്ചയാകുന്ന സമയത്തേക്ക് ചൂടൊക്കെ പോവല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഒന്നാമത് നമ്മൾ എന്താക്കണേ ആ ചോറ് തലേന്നത്തെ എടുത്ത് തിളപ്പിച്ച് കൊടുക്കണം. ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ലോണം തണിഞ്ഞു പോവല്ലോ. അപ്പോൾ ഉപ്പാക്കൊന്നും വലിയ ഇഷ്ടം ഉണ്ടാകുന്നില്ല. പിന്നെ നമ്മൾ വിചാരിച്ച് എന്തായാലും നമുക്ക് ആ സമയമാകുമ്പോൾ ചൂടാക്കി എടുക്കുക, ഓവനിലെങ്കിലും ചൂടാക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ആദ്യം തന്നെ ചോറ് വെച്ച സമയത്ത് ചോറ് കുറവായിരുന്നു എന്ന് പറഞ്ഞ് ഇത്രയല്ല ഉമ്മയിലും കൂടുതൽ അരി ഇടുമായിരുന്നു. ഞാൻ എൻ്റെ ആവശ്യത്തിന് എത്ര അരി ഇടുന്നൊന്നും ചോദിച്ചിട്ടില്ല, ഞാൻ എനിക്ക് അറിയുന്ന പോലെ അങ്ങ് ഇട്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഇത്ര പോരാ, കുറച്ചും കൂടെ ഇടണം, എന്നാലേ നമുക്ക് എല്ലാവർക്കും കണക്കാവുന്നുണ്ട്. പിന്നെ നല്ലോണം വേഗം വേവുന്ന അരിയാണ്, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു കുടുക്കയിലാണ് നമ്മൾ ചോറിൻ്റെ അളവ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ ഒരു സമയത്ത് എൻ്റെ മോളെ ഞാൻ അവിടെ ബാത്റൂമിലാക്കിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായത്. രാവിലെ ആയതുകൊണ്ട് ആ ഉറക്കച്ചിപ്പിലായതുകൊണ്ടില്ലേ നമ്മൾ തന്നെ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കണം. ശരിക്കും ഞാനിങ്ങനെ വിചാരിക്കലുണ്ട് ഓളും കുറച്ച് ചെയ്യട്ടെ വിചാരിച്ചിട്ട് കുളിക്കലൊക്കെ ചില സമയങ്ങളിൽ ഞാൻ പറയും മോള് കുളിച്ചോ, രാവിലെ അല്ല കേട്ടോ, വൈകുന്നേരം പറയും മോള് കുളിച്ചോ, വൈകുന്നേരം ഞാൻ പറയും മോള് കുളിച്ചോ, രാത്രി ആകുമ്പോൾ ഉമ്മ കുളിപ്പിക്കാമെന്ന് പറയും. എന്നാലും നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ലല്ലോ കുഞ്ഞുമക്കളെ കുളിക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ എല്ലാ കാര്യവും നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ചില ദിവസങ്ങളിൽ മോനും കൂടെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നല്ല പണിയായിരിക്കും. ഇന്ന് ഭയങ്കര റഷായിരുന്നുണ്ടായത്, അതായത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ദിവസം, അതായത് ഇന്ന് ഈ ഒരു വീഡിയോ ഇന്നലത്തേതാണ്. അങ്ങനെ ഞാൻ എന്താക്കി എൻ്റെ ഓരോ പരിപാടികളും ഇങ്ങനെ തുടങ്ങി മോളെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതാ ചോറും തളിച്ചിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാനാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത്. ഇത് ഓഫ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെക്കണം, അപ്പോൾ ചോറ് അവിടുന്ന് വെന്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ മോളെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് മുടിയൊക്കെ റെഡിയാക്കി കെട്ടി കൊടുത്തതിന് ശേഷം മദ്രസയിലേക്ക് വിടണം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മോളെ മദ്രസയിലേക്ക് വിടൽ. രാവിലെ 8:15 ആ സമയമാകുമ്പോഴത്തേക്ക് വണ്ടി ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ എന്താക്കും, രാവിലെ എണീറ്റ വാർഡന്നെ മുടിയൊക്കെ വാരിക്കെട്ടി എല്ലാം റെഡിയാക്കിയിട്ടാണ് മദ്രസയിലേക്ക് വിടൽ. അപ്പോൾ പിന്നെ തിരിച്ചു വന്നാൽ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മോള് മുടിയും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊടുക്കലാണ്. ഞാൻ സ്കൂളിലേക്ക് റെഡ് ഹെയർ ബാൻഡ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ്റെ സ്വഭാവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓളെ എല്ലാ ഹെയർ ബാൻഡും പൊട്ടിച്ച്, ഞാൻ കുറേ ഹെയർ ബാൻഡ് വാങ്ങായിരുന്നു. എനിക്ക് ഹെയർ ആക്സസറീസിനോട് ഭയങ്കര ക്രേവിങ്സാണ്. അപ്പോൾ റാസിക്കും കൊടുത്തയച്ചിട്ടുണ്ടാവും. പിന്നെ മുന്നേ ഞാൻ മീഷോന്നും കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹെയർ ബാൻഡ് മാത്രം, ബാക്കിയുള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെ റാസിക്കം കൊണ്ടു തരത്താണ്. അപ്പോൾ കുറേ കാലം എത്തും. ഇവളങ്ങനെ വേഗം നശിപ്പിക്കുന്ന ഒരു ടൈപ്പല്ല. അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ ഓള് വൃത്തിക്കെടുത്തു വെക്കും. അപ്പോൾ എന്താവും, പിന്നെ അതുകൊണ്ട് വൃത്തിയുണ്ട്, എല്ലാ സാധനങ്ങളും നല്ല സേഫായിട്ട് പഴയതടക്കം ഇവളുടെ കയ്യിലുണ്ട്. അപ്പോൾ മോൻ അങ്ങനെയല്ല, ഓൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും പൊട്ടിച്ചോളും. ഹെയർ ബാൻഡ് ഇങ്ങനെ നമ്മളെ ഓന് ഹെയർ ബാൻഡ് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടാവും, നമ്മളവിടെ വെക്കുക എന്ന് പറയുമ്പോഴായിരിക്കും അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് പൊട്ടിക്കല്. അപ്പോൾ അതൊരു ഹരായി മാറിയിട്ടുണ്ട്. അങ്ങനെ മോളെ 3 ഹെയർ ബാൻഡ് സ്കൂളിലേക്ക് വാങ്ങിയിട്ടുള്ള 3 ഹെയർ ബാൻഡും മോൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ മദ്രസയിലേക്ക് വിട്ട്. പിന്നെ ഇപ്പോൾ മദ്രസ പോയി വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ഇന്ന് ഞാൻ വെണ്ടക്ക വറവാണ് മൂക്കുണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഏതോ ഒരു വ്ളോഗിൽ വെണ്ടക്ക വറവ് ഉണ്ടാക്കിയതിൽ നിന്ന് വേറെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വറവ് ഉണ്ടാക്കുന്നത്. ഉമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എന്ത് സാധനമായാലും കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ലോണം ഇളക്കിക്കൊണ്ട് നിൽക്കും ഞാൻ. അപ്പം അങ്ങനെ ഇളക്കി ഇതാക്കിക്കൊണ്ടാണോ എന്നറിയില്ല, വെണ്ടക്ക ഇങ്ങനെ പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനിന്ന് ഉമ്മ പറഞ്ഞ പോലെ ചെയ്തിട്ടാണ് ഈ ഒരു വറവ് ഉണ്ടാക്കുന്നത്. അപ്പം പൊതുവേ വറവിൻ്റെ അത് നമ്മൾ തേങ്ങയാണല്ലോ ഇടൽ. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് ഇന്നത്തെ വറവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ആദ്യം ഒരു ഉള്ളൊക്കെ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് എന്തെങ്കിലും കേടും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ പിന്നെ ഉമ്മ പറഞ്ഞു ഇത് നാടനാണ്, അപ്പോൾ ഇതിലങ്ങനെ പുഴുവും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ കീറിട്ട് കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട്
വറുത്തിട്ടുണ്ട്, കുറേ വറുത്തിട്ടുണ്ടായിരുന്നു ഇല്ലതൊക്കെ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് ഇപ്പോൾ പച്ചക്കറി കൂടുതൽ വാങ്ങലുണ്ട് സ്കൂളിലേക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെ എല്ലിങ്ങനെ കുറച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി അവിടെ വെച്ച് അത് അവിടെ വേസ്റ്റായി പോവുകയുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വറുക്കുമ്പം കുറച്ച് വറുക്കത്തിൽ തന്നെ വറുത്ത് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് നാളെയും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനെല്ലാം ഫുള്ള് വറുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാന് വെച്ച് കൊടുത്ത് എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിനി ഇത് കാച്ചേണ്ട ആവശ്യമില്ല. കാച്ചുന്നതിന് പകരം നമ്മൾ ഇതിൻ്റെത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇട്ട് കൊടുക്കാൻ വേണ്ടി മറന്നു പോയതാണ്. ഇനി ഉള്ളി ഒന്ന് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ എന്താക്കാൻ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് പൊതുവേ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വഴറ്റിയിട്ട് ചെയ്യണതാണ് ഇഷ്ടം. നല്ലോണം ഉടഞ്ഞിട്ടില്ല കറികളാണ് എനിക്കിഷ്ടം. പൊതുവേ ഞാൻ തക്കാളി ഉള്ളിയൊക്കെ ഇങ്ങനെ കറി വെക്കുന്ന സമയത്ത് ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഞാനത് മിക്സിയിലിട്ട് അരച്ചിട്ട് ചേർക്കലുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും, വേറെ തന്നെ ഒരു ടേസ്റ്റ്. അങ്ങനെ കറിവേപ്പില ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. വെണ്ടക്ക ഒരു വറവിലും ഞാൻ പച്ചപ്പറങ്കി ഇടലില്ല, പക്ഷേ ഉമ്മ പറഞ്ഞ് മുളകിടണം എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ നീളത്തിൽ ഇങ്ങനെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു മുട്ട ഫ്രൈ പോലെ ആക്കിയിട്ടാണ് ഈ ഒരു വറവ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ. അപ്പം ഞാൻ എന്താക്കി ഇതൊന്ന് നല്ല പോലെ തന്നെ വറുത്തെടുത്തതിന് ശേഷം ഇനി നമ്മളുടെ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പം പറഞ്ഞ് നല്ല പോലെ ഇളക്കി കൊടുക്കണ്ട, അപ്പോഴാണ് ആ വഴുക്ക് നല്ലോണം വെണ്ടയ്ക്കൻ്റെ ഒരു വഴുക്ക് നല്ലോണം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട പറഞ്ഞിട്ട് ഞാൻ ഇത്ര വീഡിയോക്ക് വേണ്ടിയിട്ട് ഇത്ര മാത്രം ചെയ്തതിന് ശേഷം ഞാൻ ഉമ്മാനോട് പറഞ്ഞ് ഇനി ഉമ്മ നോക്കിക്കോ, കാരണം ഞാൻ തന്നെ ഇളക്കി അതൊരു ഭാഗ്യം ആക്കും, ഇതുപോലെ വരും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഉമ്മേനെ ബാക്കി ചെയ്തോന്ന് പറഞ്ഞിട്ട് ഉമ്മയാണ് ചെയ്തത്. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ സാമ്പാർ കറിയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ മോൾക്ക് സാമ്പാർ കറി ഇഷ്ടമാണ്. ഇനിയിപ്പോൾ അതും കൂടെ ചൂടാക്കി വെക്കണം. അപ്പോൾ ഉമ്മ ഓൾറെഡി സാമ്പാർ കറി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ സർവീസിന് പോയിനല്ലോ വണ്ടീൻ്റെ. ആ ഒരു ദിവസം ഫുള്ളാകെ നെഗറ്റീവായിരുന്നു. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വയം ഒന്ന് സ്റ്റാൻഡായിട്ട് നിൽക്കണമെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ആരോടും എന്തും സംസാരിക്കാൻ വേണ്ടി പറ്റണം. ശരിക്കും എന്നെക്കൊണ്ട് അത് പറ്റുകയേ ചെയ്യില്ല. എനിക്ക് ആരോടും മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം എന്തെങ്കിലും ഒന്ന് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ എനിക്ക് കാലിൻ്റെ അടി തൊട്ടിട്ട് ഇങ്ങനെ വറക്കാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാക്സിമം ആരുമായിട്ടും ഞാൻ എന്താക്കും കച്ചറ കൂടാൻ പോക്കില്ല. അപ്പോൾ ആരോടെങ്കിലും നേരിട്ട് പറയേണ്ട കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഞാനത് ആരോടായാലും വോയിസ് ആയിട്ട് അയച്ചു കൊടുക്കുക, അല്ല മെസ്സേജ് അയക്കുകയും ചെയ്യും. അപ്പോൾ അവർ കേൾക്കുന്ന സമയത്തൊക്കെ പ്രശ്നമില്ല. നേരിട്ട് പറയുമ്പോൾ എനിക്ക് മറുപടി പറയാനും കാര്യങ്ങളൊന്നും എനിക്ക് പറ്റില്ല. അപ്പം ആടുന്ന സർവീസിൻ്റെ അവരെന്നോട് പിന്നെന്താ പറയല് ഈ ഒരു സമയത്ത് അത് പോയി ഇത് പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റാസിഖാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വിളിച്ചിട്ട് പറ. അപ്പോൾ എന്നോട് പറഞ്ഞു പറ്റൂല, നീ തന്നെ പറയണം, ഇന്ന സംഭവങ്ങളൊന്നും ചെയ്യണ്ട, ഇത്ര മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. മെയിനായിട്ട് ഞാൻ പോയത് എൻ്റെ വണ്ടീൻ്റെ ക്യാബിൽ പോയതിനായിരുന്നു. അങ്ങനെ പോയി ഞാൻ അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്ത് രാവിലെ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാനൊരു 8:15 സമയത്തായിരുന്നു തോന്നുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായത്. പിന്നെ ഞാൻ അവിടുന്ന് ഫുഡ് കഴിക്കണത് തന്നെ വൈകുന്നേരം 4 മണിക്കാണ്. അപ്പം ആ ഒരു സൈഡിലൊന്നും ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സബു വേഗം സൊമാറ്റോയിൽ ഓർഡർ ചെയ്തിട്ടാണ് നമ്മൾ ബർഗർ കഴിക്കുന്നത്. അപ്പോൾ അതുവരെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ആ ഒരു ഫുഡും കഴിച്ചതിന് ശേഷം 4:15 അവർ നമുക്ക് വണ്ടി തരുന്നത്. 4:30 ആവാറായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വണ്ടി തന്ന് നോക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തിനാണോ പോയിന് അവരത് ചെയ്തിട്ടില്ല. ആ ഒരു സമയത്ത് ഫുള്ള് ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം വരുന്ന അവരോട് സംസാരിക്കാൻ അറിയുന്നില്ല. എനിക്ക് പേടിയാണ് സംഭവം. അവരോട് ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞേ ഇത് വലിയ പ്രശ്നമില്ല, കാര്യമല്ല, നിങ്ങളെന്താക്ക് ഇനി നെക്സ്റ്റ് വരുമ്പോൾ പിന്നെ അത് മാറ്റിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടെ സംഭവം ഉണ്ട്, ചെയ്യാൻ പറ്റും. അവർ അന്നേരം എനിക്ക് ചെയ്തു തന്നിട്ടില്ല. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പോയ സമയത്താണ് മീറ്റർ ക്യാബിൾ വർക്കല്ല എന്ന് കണ്ടത്. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു മീറ്റർ ക്യാബിൾ വർക്കല്ല. പിന്നെ റാസിഖ് എന്നോട് പറഞ്ഞു നീ അങ്ങനെ പറ, നീ ഇങ്ങനെ പറയാന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ കഴിയില്ല, നിങ്ങൾ തന്നെ പറഞ്ഞാൽ പറഞ്ഞിട്ട് ഫോണ് കൊടുത്ത്. ആളാണെങ്കിൽ പ്രഷറനാണ്, അതായത് ക്ഷമിച്ച് നിൽക്കും. പൊട്ടിക്കഴിഞ്ഞാൽ 1.5 പൊട്ടലായിരിക്കും. അപ്പം ഇങ്ങനെ സംഭവങ്ങളൊക്കെ അവരോട് സംസാരിച്ച് എനിക്ക് പേടിയാവുകയും ചെയ്യുന്നു. എനിക്കാണെങ്കിലും പിന്നെ ഉള്ളിലേക്ക് കയറാനും പറ്റുന്നില്ല. ഞാൻ കുറേ സമയം ഞാൻ അവിടെ വർക്ക്ഷോപ്പിൻ്റെ ആ ഒരു പുറത്തായിരിക്കുന്നുണ്ടായത്. മഴയുണ്ട്. പിന്നെ സബു പറഞ്ഞ് ഞാൻ എന്തായാലും അവരോട് രണ്ടാമത് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞല്ലോ. ഫുൾ വണ്ടിയൊക്കെ അയച്ചു വെച്ചതിന് ശേഷം ഞാൻ അവിടെ ഇരിക്കാം, ആ ഒരു സമയത്തെങ്കിലും അവർ വേഗം ചെയ്യുമെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഓനുള്ളിൽ കയറി. ബില്ല് പേ ചെയ്യുന്ന സമയത്ത് അവർ വീണ്ടും വലിയൊരു എമൗണ്ട് എന്നോട്
പറഞ്ഞ്. റാസിക്ക പറഞ്ഞ് തരാൻ പറ്റൂല, വണ്ടി എന്തായാലും എമൗണ്ട് കൊടുക്കാൻ പറ്റൂല, അവരങ്ങനെ ചെയ്തതല്ലേ എന്നെല്ലാം പറഞ്ഞ്. എനിക്കാണെങ്കിൽ പേടിയാവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു കൊടുക്കുക അപ്പോൾ പ്ലീസ്, എനിക്ക് അങ്ങനെ ഫേസ് ചെയ്യാൻ എനിക്കാവില്ല, ഞാൻ കൊടുക്കുക, അത് അവർ മിസ്റ്റേക്ക് ആണെങ്കിലും നമ്മൾ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞിട്ടാണ് അവർ വലിയ പൈസ കൊടുത്തത്. അങ്ങനെയൊക്കെ ആയിപ്പോയി. ആ ഒരു ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായത്. അപ്പോൾ നമ്മളുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി. ഞാൻ ഗീ റോസ്റ്റും അതുപോലെ തന്നെ സാമ്പാർ കറിയാണ് മോക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കലാണ്. അതുപോലെ വെണ്ടയ്ക്ക ചോറ്, പിന്നെ സാമ്പാർ കറി, പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൂടെ തന്നെ എന്താ പറയുക അനാറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അനാറിന് കളർ വളരെ കുറവായിരുന്നു. അപ്പോൾ എനിക്കൊരാൾ DM ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഇൻസ്റ്റയിൽ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ട് വാങ്ങിയ വണ്ടിയായിരുന്നു. ആ വണ്ടിയാണ് അവിടെ സർവീസിന് കൊണ്ടുപോകുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല, പിന്നെ തിരിച്ചു വരുമ്പോഴായിരിക്കും പല പ്രശ്നങ്ങളും അവർ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് പോകുന്ന സമയത്ത് ഒന്നും പ്രശ്നമില്ലെങ്കിലും തിരിച്ചു വരുമ്പോൾ എനിക്ക് പല പ്രശ്നങ്ങളും എനിക്കുണ്ടാവലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നിനും നെഗറ്റീവ് പറയില്ല. എനിക്ക് നെഗറ്റീവ് പറയുന്നത് ഇഷ്ടമല്ല. ഒന്നാമത് ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, പേടിയും കൂടിയാണ്. ഞാൻ മാക്സിമം എല്ലാ കാര്യങ്ങളും ചിരിച്ച് ഒഴിവാക്കലാണ്. അതാണ് എൻ്റെ ഒരു സ്വഭാവം. ഞാനിങ്ങനെ എനിക്ക് ഫീലായാലും മറ്റുള്ളവരെ ഫീലാക്കണ്ടെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ആരായിട്ട് ഒന്നിനെ പറ്റിയിട്ട് നെഗറ്റീവ് പറയലില്ല, അതെന്ത് സംഭവങ്ങളായാലും. അപ്പോൾ ഇവരെ പറ്റിയിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യാനൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെറുതെ എന്തിനാണ് നമ്മളായിട്ട്. അപ്പോഴത്തേക്കാണ് ആ ഒരു വീഡിയോ അവരെ നെഗറ്റീവായിട്ടല്ല, എൻ്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് പോലെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അത് കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജൊക്കെ വന്നുകൊണ്ടിരുന്നത്, ഇങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ആ വണ്ടി വിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തപ്പോൾ എനിക്കാകെ ടെൻഷനായി. ഞാൻ ഈ ഒരു വണ്ടിയും കൊണ്ട് ഇത്ര ആഗ്രഹിച്ച വണ്ടിയാണെന്നറിയോ. വണ്ടി മാത്രമല്ല, നമ്മൾ ഈ വണ്ടിയും കൊണ്ട് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ എവിടെയും പോക്കൊന്നും നടന്നിട്ടില്ല. മീറ്റർ കേബിൾ മാറ്റാനില്ല മെയിനായിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കിലോമീറ്റർ അത് എത്ര ആയി എന്നുള്ളതൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ 9,000 അന്നേ 9,000 ആണ് ഉണ്ടായത്. അപ്പോൾ ഒരു 3-4 മാസത്തോളമായി ഞാൻ കുറേ ഓടുന്നുണ്ടെങ്കിലും ഇതനങ്ങുന്നില്ലല്ലോ. അപ്പോൾ എത്ര കിലോമീറ്റർ ആയി എന്നും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ എന്താക്കിയ ആ ഒരു കേബിൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അല്ലെങ്കിൽ ഞാനിവിടെ നമ്മളെ നാട്ടിൽ തന്നെ ഓയിൽ ചേഞ്ചും അതുപോലെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടെങ്കിൽ വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. അവിടെ പോയിട്ടില്ല, ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ സെറ്റാക്കലാണ്. പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടത്തേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 വർക്ക്ഷോപ്പ് പോയാൽ അവർ പറഞ്ഞു ഇവിടെ കിട്ടൂല, അവിടത്തേക്ക് തന്നെ പോകണം. അതുകൊണ്ടാണ് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ ബാക്കിലായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായത്. അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യമൊക്കെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആണ്. കണ്ണൂരല്ലാണ്ട് കാഞ്ഞങ്ങാട് ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി നമുക്ക് കാഞ്ഞങ്ങാടേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാസിക്ക. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം.